ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസിക്കുകയും ചെയ്യും. അച്ഛൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കട്ടെ എന്ന് കരുതിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അച്ഛന്റെ തീരുമാനം എന്തായാലും എന്റെ തീരുമാനം ആതിരയോടൊപ്പം ജീവിക്കാനാണ്. കാല് പിടിക്കുന്ന പോലെ പറഞ്ഞല്ലോടി ടൂറും കോപ്പൊന്നും വേണ്ടാന്ന്. ഇങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞു എനിക്ക് നിങ്ങൾ ആരെയും വിശ്വാസമില്ലാന്ന്. ഇപ്പൊ എന്തായി? സംഭവിക്കേണ്ടത് സംഭവിച്ചു. നീ ഇനി മീരെ തല്ലിയിട്ടോ അവളെ വഴക്ക് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചെന്നോ? ഇതാണോ സംഭവിക്കേണ്ടിരുന്ന കാര്യം? അങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തള്ളാൻ നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. കാരണം ഇതിനൊക്കെ കുറ്റക്കാരൻ നമ്മൾ തന്നെയാ. ഇവളെ ഇവളുടെ ചേച്ചിയെ വിശ്വസിച്ച് ഇവര് പറയുന്നതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു. നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. അവരവരെ സൂക്ഷിക്കേണ്ടത് അവരവര് തന്നെയാ. കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. നമ്മൾ ആരും അറിയാതെ വിവാഹം കഴിച്ചു, അവന്റെ കൂടെ പോയി താമസിച്ചു. ഇതൊന്നും ആരും അറിയാതെ ചെയ്യണമെങ്കിലേ ഇവർക്ക് എന്ത് ധൈര്യം ഉണ്ടായിരിക്കണം. കൂടെ എല്ലാ സപ്പോർട്ടിനും സ്വന്തം ചേച്ചി ഉള്ളപ്പോ പിന്നെ എന്തിനു പേടിക്കണം? ചെയ്തത് മുഴുവൻ ഇവരും തല്ലൊക്കെ എനിക്കും. നീയല്ലേ പറഞ്ഞത് ആതിരെ നോക്കിക്കോളാന്ന്? നോക്കിക്കോളാന്ന് പറഞ്ഞ് പൊതിഞ്ഞു പിടിച്ച് കൈ കൊണ്ട് അടക്കാൻ പറ്റോ? ഞാൻ അറിഞ്ഞോ തക്കം കിട്ടിയ മോൾ ഇതും ഉണ്ടാക്കി വെക്കുമെന്ന്? പെൺകുട്ടികൾ കൂടെ ഉള്ളപ്പോഴേ പൊതിഞ്ഞു തന്നെ പിടിക്കണോടി. കമല നിർത്ത്. നിർത്താൻ ഭാഷ കേട്ടില്ലേ ഇവളൊക്കെ പറയുന്നത്? നീ എന്തിനാ എല്ലാവരെയും കുറ്റം പറയുന്നത്? ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്റെയും നിന്റെയും മോക്ക. പെൺമക്കളുടെ കാര്യത്തിൽ സഹോദരനേക്കാളും അച്ഛനേക്കാളും ഏട്ടത്തെക്കാളും ഒക്കെ ഉത്തരവാദിത്വം സ്വന്തം അമ്മയ്ക്ക. ഇത് പലപ്പോഴായി നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ ഉത്തരവാദിത്വം നീ തന്നെ ചെയ്യാത്തതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പറഞ്ഞു കൊടുക്കാനും അതിനനുസരിച്ച് മക്കളെ വളർത്താനും എനിക്ക് നിനക്കും സാധിച്ചില്ല. അവന്തിക പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? എല്ലാത്തിനും നമ്മളും ഇവളുടെ സൈഡ് നിന്നെന്ന്. ആ രീതിയിലാ അവിടെ എല്ലാരും സംസാരിച്ചത്. അതിനൊക്കെ ഉത്തരവാദി നീ ഒറ്റ ഒരുത്തിയ. ഇവൾ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എപ്പോ വരുമെന്നൊക്കെ ഈ വീട്ടിൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നീ അറിയണമായിരുന്നു. അച്ഛൻ അമ്മയെ മാത്രം വഴക്ക് പറയണ്ട. ഈ വീട്ടിൽ നിന്നല്ലേ ഇവൾ അവനെ വിവാഹം കഴിക്കാനായിട്ട് രഹസ്യമായിട്ട് ഇറങ്ങിപ്പോയത്. മനസ്സിൽ നമ്മളോട് കുറച്ച് സ്നേഹമോ കുറ്റബോധം ഉണ്ടെങ്കിൽ ഇവൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? നിന്റെ വിവാഹം പറ്റുന്നത്രയും നല്ലതുപോലെ നടത്താൻ നിന്റെ അച്ഛനും ഏട്ടനും നെട്ടോട്ടമുണ്ടെന്ന് നീ കണ്ടതല്ലേ? മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും പറ്റിച്ച് നീ അവന് വിവാഹം കഴിക്കില്ലായിരുന്നു. എന്റെ ബൈക്ക് വിൽക്കുന്നവരെ അറിഞ്ഞിട്ടും നിനക്ക് എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ലെങ്കിൽ അനൂപ് എന്ന വ്യക്തിക്ക് ആതിരയുടെ മനസ്സിലുള്ള സ്ഥാനം എനിക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നിന്നെയും നിന്റെ ചേച്ചിയൊക്കെ നോക്കാനും വിവാഹം കഴിപ്പിച്ചു വിടാനും കുറെ ഓടിയിട്ടുണ്ട് ഞാൻ. നിന്റെയൊക്കെ വിശപ്പടക്കം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. നിന്നെയൊക്കെ ഞാൻ സ്നേഹിച്ചതുപോലെ ദേ ഈ നിൽക്കുന്ന എന്റെ മോളെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. അറിയോടി നിനക്ക്? അതൊക്കെ എന്റെ അനിയത്തിയെ വഴിതെറ്റിപ്പോയവളെന്ന് എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കാനായിരുന്നു എന്ന് ഓർക്കുമ്പോ കുറച്ചൊന്നും അല്ല ഉള്ളു നീറുന്നത്. ദാരിദ്ര്യത്തിനും ബാധ്യതയ്ക്കും മുന്നിൽ തോൽക്കാത്ത നിന്റെ ഏട്ടനെ നീയും നിന്റെ ചേച്ചിയും കൂടി തോൽപ്പിച്ചു കളഞ്ഞു. ഒരിക്കലും രക്തബന്ധങ്ങളെ വിശ്വസിക്കരുതെന്ന പാഠം പഠിപ്പിച്ചു തന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെ. അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരിനെ നീ എന്തു പ്രായച്ചിത്തം ചെയ്യുമെന്ന് പറഞ്ഞാലും അതിന് പകരം വയ്ക്കാൻ പറ്റില്ല അതിരെ. മക്കളുടെ ഇഷ്ടത്തിന് കൂടെ നിന്നതിന്റെ ഫലമായ നെല്ലിശ്ശേരിയിൽ നിന്ന് തലതാഴ്ത്തി ഇറങ്ങി പോരേണ്ടി വന്നത്.
സേതുവിനെയും അവന്തികയും ഞാൻ കുറ്റം പറയില്ല. അവര് പറഞ്ഞത് ഒരു കണക്കിന് ശരിയല്ലേ? ദയാനന്ദ മാഷിന് മക്കളെ വളർത്താൻ അറിയില്ല. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? സമാധാനായാലോട് നിനക്ക് ഇല്ലേ? മാഷ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാൻ നിന്നെ നേരെ വളർത്തിയില്ലാന്ന്. ഒരമ്മ എന്ന നിലയിലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരുന്നു. നിന്റെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് നീ ഞങ്ങളെല്ലാരും നാണം കെടുത്തി കളഞ്ഞല്ലോടി, നാശം പിടിച്ചോളെ. നീയൊക്കെ കാരണം നീ നിന്ന് ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെയൊക്കെ വിധി. പറഞ്ഞല്ലോ, ഇതിൽ ഭേദം നീ എന്ന് അവരെ വേണ്ടി ചാകുന്നതായിരുന്നടി. ഇനി നിന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയതാ. എപ്പോഴും വഴക്കാണെങ്കിലും അമ്മയുടെ കണ്ണ് നനയിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. ഇപ്പൊ അമ്മ കരഞ്ഞു പറഞ്ഞിട്ട് പോയ ഓരോരോ വാക്ക് മതി നീ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ. എനിക്കൊരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്. നാളൊരു സമയം അവളുടെ ജീവിതം എന്താവും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൂടുതലായൊന്നും പറയുന്നില്ല. എങ്കിലും ഇതല്പം കടന്നുപോയി മോളെ. ഓടി. ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാരണക്കാരൻ ഞാനായതുകൊണ്ട്. സന്ദീപിന്റെ ആതിരയുടെ വിവാഹം കഴിഞ്ഞു. ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? കൊല്ലണോ ഞാൻ? അച്ഛാ, അച്ഛാ, അച്ഛന് ഞങ്ങളോട് ദേഷ്യമാണെന്നറിയാം. എന്തെങ്കിലും വിഷമം ഞങ്ങളായിട്ട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാനാ വന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആദ്യമേ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നിട്ടും ഈ വീട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാ, സന്ദീപ് ആതിര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്തിരിഞ്ഞു നിൽക്കാൻ പറ്റിയില്ല. അവന്റെ അടുത്തേയും അനഘ ഉൾപ്പെടെ എന്റെ വീട്ടിലും എല്ലാവരും എതിർപ്പ് പറഞ്ഞപ്പോ രജിസ്റ്റർ മാരേജ് എന്നൊരു പോംവഴിയല്ലാതെ ഒന്നും മുന്നിൽ കണ്ടില്ല. പെട്ടെന്ന് പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി എന്നല്ലാതെ അവന്റെ അടുത്ത് പറയുന്ന പോലെ മറ്റൊന്നും ഞാൻ മനസ്സിൽ പോലും വെച്ചിരുന്നില്ല. സാവധാനം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതി. പക്ഷേ ഇതിപ്പോ ഒന്നും പ്രതീക്ഷിച്ച പോലല്ല നടന്നത്. കാര്യങ്ങൾ കൈവിട്ട് മറ്റെവിടേക്കോ പോയി. എല്ലാം ഇത്രയായ സ്ഥിതിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ അച്ഛാ? എന്തിന്? എന്ത് തീരുമാനം ഉണ്ടാക്കണ്ടേന്ന്? തീരുമാനമെല്ലാം നിന്റെ ഈ നിൽക്കുന്ന ഭാര്യ എടുത്തു കഴിഞ്ഞില്ലേ? പെട്ടെന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പോലും. ഇപ്പൊ എനിക്ക് സന്തോഷമാണല്ലോ. സാവധാനം എല്ലാരും പറഞ്ഞ് മനസ്സിലാക്കാന്ന് കരുതിയത്രേ. സന്ദീപിന്റെ അനഘയുടെ വിവാഹം ഇന്ന് കഴിഞ്ഞിരുന്നെങ്കിലോ? അച്ഛാ, അതവൻ... വേണ്ട, നിർത്ത്. ഈ വിവാഹം നിശ്ചയിച്ചിട്ട് ഇന്ന് ഇത്രയും ദിവസമായി. എപ്പോഴെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ?
നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ അഭിമാനം നഷ്ടപ്പെട്ടതും എന്റെ തല താഴ്ന്നു പോയതും രണ്ടാമത്തെ കാര്യം. മകളെ പോലെ ഞാൻ സ്നേഹിച്ച എന്റെ മരുമോളും എന്റെ മകനും എന്നെ ചതിച്ചതാണ് ആദ്യത്തെ കാര്യം. ഒന്നിനും ഒരു പരിധി വയ്ക്കാത്ത ആളാ ഞാൻ. മക്കളോടും മരുമക്കളോടും കാണിക്കുന്ന സ്നേഹത്തിനടക്കം. എന്നിട്ടും ഞാൻ അറിയാതെ ഈ വീട്ടിൽ രഹസ്യമായി ഒരു വിവാഹം നടന്നു കഴിഞ്ഞുവെങ്കിൽ സേതുമാധവൻ എന്ന ഗൃഹനാഥന്റെ പിടിപ്പുകേടാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റം പറയാനോ നടന്നൊക്കെ ഇഴകീറി പരിശോധിക്കാനോ എനിക്ക് താല്പര്യമില്ല. എന്റെ മകൻ സന്ദീപും എന്റെ മരുമകൾ അർച്ചനയും എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാ അനഘയെക്കുറിച്ച് ഓർത്ത. അവള് വിവാഹ സ്വപ്നം കാണാൻ തുടങ്ങിയതും ജീവിതം ആഗ്രഹിച്ചതും എന്റെ ഒരാളുടെ വാക്കിന്റെ പുറത്താ. മക്കളെയും മരുമക്കളെയും അന്ധമായി വിശ്വസിച്ച് ഞാൻ കൊടുത്ത വാക്കിന്റെ പുറത്ത്. നല്ലൊരച്ഛനല്ല ഞാനെന്ന ബോധ്യത്തേക്കാൾ എന്നെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊന്നും ഇന്നിവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ രക്തബന്ധങ്ങൾക്കപ്പുറമാണ് ചില ബന്ധങ്ങളെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ദയാനന്ദൻ മാഷിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. എന്നാൽ അതൊക്കെ എന്റെ മാത്രം ധാരണകളായിരുന്നുവെന്നും അതെല്ലാം തിരുത്തേണ്ടി വരുമെന്നും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ വളരെ മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാം ക്ഷമിക്കുമായിരുന്നു, മറക്കുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് മറക്കാനോ പൊറുക്കാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്റെ ക്ഷമയ്ക്ക് വേണ്ടി നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല. മാനസികമായും ശാരീരികമായും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയ്ക്കും തിരിച്ചടികളാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് ആരോടും ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സച്ചി ഭാര്യയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്നാ ഞാൻ പറഞ്ഞ എന്റെ മറ്റൊരർത്ഥം. മോളെ, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഇങ്ങനൊരു ചതി? ഇതിലിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാവും? മിണ്ടി പോരുത്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാവും? അത്രേ എന്നെ കൊണ്ട് ചെയ്യാനാവുന്നത് ഞാൻ നേരത്തെ ചെയ്തേനല്ലോ. സമ്മതിക്കാത്തത് ആരാ? അവളെ അർച്ചനയെ ഞാനിന്ന് കൊന്നേനെ. ചേച്ചിയും ചേർന്നല്ലേ എന്നെ അതിനെ സമ്മതിക്കാഞ്ഞത്. എന്നിട്ട് നിന്ന് സമാധാനം പറയുന്നു. എടി, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. ഇനിയും കേൾക്കണോ?
ചേച്ചിക്ക് പറയാനുള്ളത് ഇനി ഞാൻ കേൾക്കണമെന്ന്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന്. അപ്പോ ചേച്ചി ഉറപ്പിച്ച് പറഞ്ഞിട്ടല്ലേ ഞാൻ വീണ്ടും ഇതിനായി ഇറങ്ങി തിരിച്ചത്. എനിക്ക് സന്ദീപിനെ എന്നേക്കുമായി നഷ്ടമായി. ഇനി ഒരിക്കലും അവനെ എനിക്ക് കിട്ടില്ല. അതിന്റെ അർത്ഥം എന്റെ ചേച്ചി തോറ്റുപോയെന്നാ. അതും ആ വീർ അർച്ചനയുടെ മുന്നില്. ഇതോടെ എനിക്ക് മനസ്സിലായതും ചേച്ചി മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ചേച്ചിക്ക് ഒരിക്കലും ആതിരയെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്നും അർച്ചനയുടെ മുന്നിൽ തോറ്റതാ ഇതുപോലെ നാണം കിട്ടി നിൽക്കാനേ അവന്തികയ്ക്ക് പറ്റൂ. അതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നതാ അല്ല, ഇതെനിക്കിപ്പൊ തോന്നിയതല്ല. ചേച്ചി ഓർത്ത് നോക്കിയാ മതി. അർച്ചന ഈ വീട്ടിലേക്ക് വന്ന ശേഷം എപ്പോഴെങ്കിലും ഒരേ ഒരു തവണ ചേച്ചിക്ക് അവളെ ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. ഇനി ഒരിക്കലും അതിന് കഴിയില്ലെന്നും അറിയാം. അതുകൊണ്ടാ ഞാൻ തന്നെ അവളെ കൊല്ലാൻ തീരുമാനിച്ചത്. അപ്പൊ പിടിച്ചു മാറ്റാനായി വന്നേക്കുന്നു. അർച്ചനെ കൊന്നിട്ട് ജയിലിൽ പോകാനാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ നീ കൊല്ലേണ്ടത് അർച്ചനയല്ല, ആതിരയാ. അല്ല, ഇതിനെല്ലാം കാരണക്കാരി അർച്ചനയാ. അർച്ചന ഇല്ലാതായ മാത്രം മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ. എനിക്കറിയാം ചേച്ചിക്ക് അവളെ പേടിയാണെന്ന്. എനിക്കതില്ല. ഇനി മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. ചേച്ചി എന്നോട് പറയാറില്ലേ ഇവിടെയുള്ള എല്ലാവരെയും ചേച്ചി കൊല്ലുമെന്ന്? ചേച്ചിയെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. മനസ്സിൽ പേടിയും വാക്കുകളിൽ പകയും മാത്രമാണ് അവന്തിക എന്ന എന്റെ ചേച്ചി. ക്ലാവ് പിടിച്ചൊരു കഥയുടെ പിൻബലത്തോടു കൂടി സംസാരത്തിലൂടെ മാത്രമേ ചേച്ചി പകരം വീട്ടൂ. അല്ലാതെ ഇവിടെയുള്ളവർക്ക് നേരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും അവന്തികയ്ക്ക് ആവില്ല. 100 അവന്തികയ്ക്ക് ഒരർച്ചന. അതാണ് ഇപ്പോഴത്തെ കണക്ക്. അതുകൊണ്ട് ഒരിക്കലും നടക്കാത്ത പകരം വീട്ടലും ഇവിടെയുള്ളവര് നമ്മുടെ ജീവിതം നശിപ്പിച്ച കഥയും ഒക്കെ വിട്ടിട്ട് പോയി അർച്ചനയോട് ഒരു മാപ്പും പറഞ്ഞ് അവളുടെ അടിമയായിട്ട് ശിഷ്ടകാലം ജീവിക്കാൻ നോക്ക്. ചെല്ല്. നിർത്തടി. നീ എന്താ പറഞ്ഞ? ഒരിക്കലും നടക്കാത്ത പകരം വീട്ടിൽ മറന്ന് അർച്ചനയുടെ കാല് പിടിക്കാനോ? എന്നെ കൊണ്ടൊന്നും സാധിക്കില്ലെന്നോ? അതെ, അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. നീ ഒറ്റ ഒരുത്തി അവന്റെ പുറകെ പ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നോണ്ടാ ഞാൻ ഇത്രയും തോറ്റത്. നീ നോക്കിക്കോ, ഇനി അധികം സമയമെടുക്കാതെ ഞാൻ എന്റെ നിയമം നടപ്പാക്കും. അത് നീ പറയുന്ന അർച്ചനെ കൊന്നിട്ട് തന്നെ. അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് അവൾ എന്നെ. നീ പറയുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ അത്. ചേച്ചി ആലോചിച്ച് തീരുമാനിച്ചൊരു കാര്യത്തിന് ഇത്രയും സമയം എടുക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തെ. നേരത്തെ ചേച്ചി പറഞ്ഞ ബന്ധമുണ്ടല്ലോ, എനിക്കിപ്പോ അതില്ല. സന്ദീപ് മറ്റൊരാളുടേതായി കഴിഞ്ഞു. കൊല്ലണം എല്ലാത്തിനെയും. അതിപ്പോ ചേച്ചിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യും. എല്ലാത്തിനെയും അവസാനിപ്പിക്കണം. പറ്റുമോ ചേച്ചിക്ക്? പറ്റും. അർച്ചന ഇന്ന് തന്നെ ഞാൻ തീർക്കും. നിങ്ങളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാനും പറ്റില്ല. ഞാൻ അവന്തിക്ക് തന്ന വാക്കാ സന്ദീപിനെ അനഘയ്ക്ക് കൊടുക്കുമെന്ന്. ആര് കാരണമായാലും ആ വാക്കെനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അതിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ മോൻ ഞാനറിയാതെ തീരുമാനമെടുക്കുമെന്നും അർച്ചന എന്നെ മറച്ചത് നടപ്പിലാക്കുമെന്നും ഒരിക്കലും ഞാൻ കരുതിയതല്ല. പക്ഷേ നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ മനുഷ്യര്.
സത്യം പറഞ്ഞ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എല്ലാ രീതിയിലും ഞാൻ തകർന്നു നിൽക്കുക. അതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും പറയാനും എനിക്കാവില്ല. അവന്തിക്ക് ഞാൻ വാക്കുകൊടുത്തതുകൊണ്ട് നീ സ്വപ്നം കാണാൻ ഞാൻ നിമിത്തമായി. പറയാൻ പാടില്ലാത്തതാണേലും ഞാൻ പറയുക, മോളെല്ലാം മറക്കണം. നിന്നെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആദ്യം തീരുമാനിച്ച ആള് തന്നെ ആ തീരുമാനം മാറ്റി പറയുക. ആതിരയുമായി സ്നേഹത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഞാൻ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിനക്ക് തരുമായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നമ്മളെ എല്ലാവരെയും ചതിച്ചു കളഞ്ഞില്ലേ അവര്. അതുകൊണ്ട് മോളും മോളുടെ ജീവിതത്തിൽ നിന്ന് സന്ദീപിനെ ഒഴിവാക്കണം. പെട്ടെന്ന് പറ്റില്ലെന്ന് എനിക്കറിയാം. സമയമെടുത്ത് നല്ല പോലെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. ചില ഓർമ്മകളൊക്കെ ഇനി ജീവിതത്തിലുടനീളം മോളെ വേട്ടയാടിയെന്ന് വരും. അവിടെയൊക്കെ മോള് പിടിച്ചു നിൽക്കണം.